ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നൽകിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി സുപ്രീംകോടതി. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനോടാണ് കോടതി ചോദ്യങ്ങൾ ചോദിച്ചത്. ഹർജി കൊണ്ട് എന്ത് ഗുണം ലഭിച്ചുവെന്നും സംഘടനയുടെ തലപ്പത്ത് വിശ്വാസികളാണോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഈ യുവതീ പ്രവേശന വിഷയത്തിലെ പ്രധാന ഹർജിക്കാരാണ് യങ് ലോയേഴ്സ് അസോസിയേഷൻ. അവരോട് എന്തുകൊണ്ട് എന്തിനീ ഹർജി നൽകി എന്നീ ചോദ്യങ്ങളാണോ സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്? ദിവ്യ, ശബരിമല യുവതി പ്രവേശന കേസ് ഇന്ന് വീണ്ടും സുപ്രീംകോടതി പരിഗണിച്ചപ്പോഴാണ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനെതിരെ സുപ്രീംകോടതി രംഗത്തെത്തിയത്. ചില ചോദ്യങ്ങൾ അവരോട് കോടതി ചോദിക്കുകയായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് പൊതു താൽപര്യ ഹർജിയിൽ നിന്ന് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഈ അസോസിയേഷനോട് ചോദിക്കുകയായിരുന്നു. നിയമസ്ഥാപനമായ ഒരു സംഘടനയ്ക്ക് ആരാധനക്കുള്ള അവകാശം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വിശ്വാസികളാണോ ഈ സംഘടനയുടെ തലപ്പത്ത് എന്നുകൂടി ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയം ഈ വിഷയം ഹർജിക്കാരൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നുകൂടി ജസ്റ്റിസ് നാഗരത്ന ഹർജിക്കാരോട് ചോദിക്കുകയാണുണ്ടായത്. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി അന്ന് തന്നെ തള്ളേണ്ടിയിരുന്നുവെന്നുകൂടി ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുകയുണ്ടായി. വലിയ വിമർശനങ്ങളാണ് യങ് ലോയേഴ്സ് അസോസിയേഷനെതിരെ ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായത്. ഹർജി കൊണ്ട് എന്ത് ഗുണം ചോദിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് യങ് ലോയേഴ്സ് അസോസിയേഷനോട്. വിശദാംശങ്ങളാണ് തൗഫീഖ് അസ്ലം നൽകിയത്.